ഗണേഷ് കുമാർ മന്ത്രിയായതോടെ ഗതാഗത വകുപ്പിൽ ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നവർക്കെതിരെയും നിയമം പാലിക്കാത്തവർക്കെതിരെയും മുൻപിൻ നോക്കാതെ ആക്ഷൻ എടുക്കുക എന്നതാണ് പുതിയ ഗതാഗത മന്ത്രിയുടെ സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ ഇനി പഴയ പരിപാടികളൊന്നും KSRTCയിലും നടക്കില്ല. ജീവനക്കാരുടെ ധൂർത്തും അഹങ്കാരവും വിലപ്പോവില്ല. ഈ സന്ദേശം നൽകി അനാവശ്യമായി ബസ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിടുകയും ഇതേക്കുറിച്ച് അന്വേഷിച്ച CMDയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത KSRTC താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടിരിക്കുകയാണ് മാനേജ്മെന്റ്. ജനുവരി 9-നായിരുന്നു സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിൽ CMD എത്തിയപ്പോഴാണ് നെയ്യാറ്റിൻകര കളിയിക്കാവിള ബസ് ബേയിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി പാർക്ക് ചെയ്തിരുന്ന CS 88 നമ്പർ ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ബസ് സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിട്ടിരിക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സെൽഫ് എടുക്കാത്തത് കൊണ്ടാണെന്നാണ് ഡ്രൈവർ പരുഷമായി മറുപടി നൽകിയത്. ഒരു തുള്ളി ഡീസൽ പോലും പാഴാക്കരുതെന്ന നിർദ്ദേശം നിലനിൽക്കെ അനാവശ്യമായി ബസ് സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിടുകയും ഇതേക്കുറിച്ച് അന്വേഷിച്ച CMDയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത താൽക്കാലിക ഡ്രൈവറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ 20 മിനിറ്റോളം എഞ്ചിൻ ഓഫാക്കാതെ ബസ് സ്റ്റാർട്ട് ചെയ്ത നിലയിലായിരുന്നുവെന്നും കണ്ടെത്തി. വരുമാനത്തിന്റെ 50% തുക ഡീസലിനായി ചെലവാക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ 20 മിനിറ്റോളം ബസ് സ്റ്റാർട്ട് ചെയ്ത് ഡീസൽ ദുരുപയോഗം ചെയ്തത് നിരുത്തരവാദപരമായ പ്രവൃത്തിയായതുകൊണ്ടാണ് താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടത്. യൂണിയൻ നേതാക്കളുടെയും രാഷ്ട്രീയ പരിചയങ്ങളുടെയും പിൻബലത്തിൽ ഇനി കാര്യങ്ങൾ നടക്കില്ലെന്നും KSRTC പറഞ്ഞു വെക്കുകയാണ് ഈ നടപടികളിലൂടെ. 2 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഡീസൽ പാഴാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം ഈ നടപടികളിലും ചർച്ചയാവുകയാണ്. ഇനി എല്ലാ യൂണിറ്റുകളിലും CMD അപ്രതീക്ഷിത സന്ദർശനം നടത്തും. മന്ത്രി ഗണേഷും ഇത് ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ ജീവനക്കാരുടെ പ്രവർത്തന വീഴ്ചകൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് നീക്കം. മുൻപ് ഇത്തരത്തിൽ വിശദമായ നടപടികൾ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഒരു പിഴവുണ്ടായാൽ കാര്യകാരണം കണ്ടെത്തി നടപടികൾ വരുമെന്ന സന്ദേശമാണ് ഗതാഗത മന്ത്രിയും CMDയും നിലവിൽ സ്വീകരിച്ച നടപടിയിലൂടെ നൽകുന്നത്. ഇത്തരം തെറ്റുകൾ ചെയ്യുന്നത് അനുവദിക്കില്ല. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നിറവേറ്റണമെന്നാണ് ഗതാഗത മന്ത്രി എടുത്തിരിക്കുന്ന തീരുമാനം. ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ശേഷമായിരുന്നു ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചത്.